തെരഞ്ഞെടുപ്പിൽ കേരളം UDF തൂത്തുവാരുമെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ. കൂറുമാറ്റ നിരോധന നിയമം ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്നതിന് ബാധകമാക്കണമെന്ന് സുധീരൻ. LDFും UDFും തമ്മിലാണ് കേരളത്തിൽ മത്സരമെന്ന് TN പ്രതാപൻ MP. ഇലക്ട്രൽ ബോണ്ട് രാജ്യം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അഴിമതിയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്. ഭരണഘടനയെ അട്ടിമറിച്ച് രാജ്യത്തെ മതരാഷ്ട്രമാക്കുവാനുള്ള ശ്രമത്തിലാണ് മോദി സർക്കാരെന്നും വൃന്ദ കാരാട്ട്. സുരേഷ് ഗോപിയെ വീട്ടിലേക്ക് ക്ഷണിച്ച് കലാമണ്ഡലം ഗോപി. സുരേഷ് ഗോപിക്ക് എന്റെ വീട്ടിലേക്ക് വരാൻ ആരുടെയും അനുവാദം ആവശ്യമില്ലെന്നും കലാമണ്ഡലം ഗോപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പുതുക്കാട് പാഴായിയിൽ KSEBയുടെ വാഴവെട്ട്. പാഴായി സ്വദേശി മനോജിന്റെ കൃഷിയിടത്തിലെ വാഴകളാണ് KSEB വെട്ടി നശിപ്പിച്ചത്. പ്രശ്നത്തിൽ ഇടപെട്ട് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ്. പുത്തൂർ ഇളംതുരുത്തിയിൽ കോഴിക്കടയുടെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയ കടയുടമ അറസ്റ്റിൽ. അസം സ്വദേശി മുഹമ്മദ് ദുലാൽ ഹുസൈനാണ് അറസ്റ്റിലായത്. പ്രതിയിൽ നിന്ന് ബ്രൗൺ ഷുഗർ പോലീസ് പിടിച്ചെടുത്തു. പെരുവനംപൂരത്തിന് മേളപ്പെരുക്കം പെയ്തിറങ്ങി. പാണ്ടി പഞ്ചാരി മേളങ്ങളും പഞ്ചവാദ്യവും മേളപ്പെരുക്കം തീർത്തു. തൃപ്രയാർ ദേവരുടെ പൈനൂർ പാടത്തെ ചാലുകുത്തൽ ഭക്തിസാന്ദ്രം. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തെരഞ്ഞെടുപ്പിൽ കേരളം UDF തൂത്തുവാരുമെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി K. മുരളീധരന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടിയിൽ ജനങ്ങൾക്ക് യാതൊരു വിശ്വാസവുമില്ല. പാഴായിപ്പോയ ഗ്യാരണ്ടിയാണ് മോദിയുടേതെന്നും BJP കേരളത്തിൽ പച്ച പിടിക്കില്ലെന്നും VM സുധീരൻ പറഞ്ഞു. പാർലമെന്ററി ജനാധിപത്യം പൂർണ്ണമായി തകർന്നു. പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നവരെ പാർലമെന്റിൽ നിന്നും പുറത്താക്കുകയാണ്. MPമാരെ സസ്പെൻഷനിൽ നിർത്തിയാണ് ബില്ലുകൾ പാസാക്കുന്നത്. ഇന്ത്യയുടെ അടിസ്ഥാന മൂല്യങ്ങളെ തകർത്തുകൊണ്ട് ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള നടപടികളാണ് നടക്കുന്നതെന്നും ഇപ്പോൾ കേരളത്തിൽ വന്ന് നിരങ്ങിയിട്ട് യാതൊരു കാര്യവുമില്ലെന്നും സുധീരൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടികൾക്ക് യാതൊരു വിലയും ജനങ്ങൾ കൽപ്പിക്കില്ല. ഇന്ത്യയെ വിലക്കയറ്റം കൊണ്ട് വീർപ്പ് മുട്ടിച്ച പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയെ വിമർശിച്ചാൽ വിമർശിക്കുന്ന ഭാഗങ്ങൾ സഭാരേഖയിൽ നിന്നും നീക്കം ചെയ്യുക, വിമർശിക്കുന്നവരെ സഭയിൽ നിന്നും പുറത്താക്കുക. പ്രധാനമന്ത്രിയെ വിമർശിച്ചു, രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ നിന്നും പുറത്താക്കി. MPമാരെ സസ്പെൻഷൻ നിർത്തിയിട്ടാണ് സുപ്രധാന നിയമങ്ങൾ പാസാക്കിയത്. നരേന്ദ്രമോദിയെ എതിർക്കുന്നുവെന്ന് പറയുന്ന പിണറായി സർക്കാർ മോദിയുടെ മിനി പതിപ്പാണ്. പിണറായി സർക്കാരിനെതിരെയും മോദി സർക്കാരിനെതിരെയുമുള്ള വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്നും സുധീരൻ പറഞ്ഞു. മത്സരം വ്യക്തികൾ തമ്മിലല്ല, ആശയങ്ങൾ തമ്മിലാണെന്നും ചില സ്ഥാനാർത്ഥികളുടെ പോസ്റ്റിൽ തനി തങ്കം എന്ന് പറഞ്ഞാണ് പോസ്റ്റർ എഴുതിയിരിക്കുന്നതെന്നും അങ്ങനെയെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ചെമ്പാണോ എന്നും K. മുരളീധരൻ ചോദിച്ചു. ഇവിടെയൊക്കെ ചില സ്ഥാനാർത്ഥികളുടെയൊക്കെ പോസ്റ്ററിൽ തനി തങ്കം തൃശ്ശൂരുകാർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോസ്റ്റർ അടിച്ചത്. ബാക്കിയുള്ളവരൊക്കെ ചെമ്പാണ്. മാത്രമല്ല, കണ്ണൂരിൽ ജനിച്ച പന്ന്യൻ രവീന്ദ്രനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുക. ഇതൊരു ടേമോടെ ജയിച്ചാണ്. ഇപ്പോൾ വീണ്ടും അദ്ദേഹം LDF സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം കണ്ണൂരിൽ ജനിച്ച് കണ്ണൂരിൽ പ്രവർത്തനം തുടങ്ങി ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായിരിക്കും. കണ്ണൂരുകാരിയായ ആനി രാജ വിവാഹം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് പോയി. ഇപ്പോൾ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. അങ്ങനെ ഒരു പാർട്ടിയാണ് തനി തങ്കവും തൃശ്ശൂർ പ്രേമൊക്കെ ആയിട്ട് ഇപ്പോൾ ഇറങ്ങിയത്. അവരോടൊറ്റ കാര്യം പറയാനുള്ളൂ, അവരുടെയൊക്കെ പോസ്റ്ററിൽ പറയുന്ന ആൾ തൃശ്ശൂർ കാണുന്നതിന് മുമ്പ് തൃശ്ശൂർ ജനിച്ച ആളാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് മോദി പിണറായി അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെയുള്ളതാണെന്നും ലീഡറുടെ പേരിൽ 10 വോട്ട് നേടാമെന്ന് BJPക്കാർ ആരും കരുതേണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. TN പ്രതാപൻ MP അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് തേരമ്പിൽ രാമകൃഷ്ണൻ, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്, ഘടകകക്ഷി നേതാക്കളായ തോമസ് ഉണ്ണിയാടൻ, KR ഗിരിജൻ, PRN നമ്പീശൻ, PM സാദിഖ് അലി, CA റഷീദ്, മറ്റ് UDF നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. കൂറുമാറ്റ നിരോധന നിയമം ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്നതിനും ബാധകമാക്കണമെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂറുമാറ്റം അധാർമികവും തെറ്റായ പ്രവണതയും വഞ്ചനയുമാണ്. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന് കളങ്കമേൽപ്പിക്കുമെന്നും ജനാധിപത്യ പ്രക്രിയയിൽ രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ പങ്കുണ്ടെന്നും സുധീരൻ പറഞ്ഞു.
ആ രാഷ്ട്രീയ പാർട്ടികൾ ധാർമ്മികത കൈവിട്ടുകൊണ്ട് അതിൽപ്പെട്ട ഒരാളും അധികാരത്തിന് വേണ്ടി അവസരവാദപരമായി മറ്റ് താല്പര്യങ്ങളെ മുൻനിർത്തി ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് ചാടുന്ന ആ ഒരു രീതിയുണ്ടല്ലോ, അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. അതുകൊണ്ട് കാലുമാറ്റ നിരോധന നിയമം പാർലമെൻ്ററി രംഗത്തേക്ക് ബാധകമാക്കുന്നത് പോലെ തന്നെ പാർട്ടി രംഗത്തേക്ക് കൂടി വ്യാപിപ്പിക്കേണ്ട, അത് കുറേ കൂടി കുറ്റമറ്റ രീതിയിൽ അത് ആവിഷ്കരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളത്. ആര് പാർട്ടി മാറുന്നതിലും താൻ വളരെ ദുഃഖിതനാണെന്നും പാർട്ടി മാറിയാൽ നേരെ പോയി സ്ഥാനാർത്ഥിയാക്കുന്നതിന് പകരം അവിടെ നിശ്ചിത കാലയളവിൽ പ്രവർത്തിച്ചതിന് ശേഷം മാത്രമേ സ്ഥാനാർത്ഥിയാക്കാൻ പാടുള്ളൂവെന്നും സുധീരൻ അഭിപ്രായപ്പെട്ടു. LDFും UDFും തമ്മിലാണ് കേരളത്തിൽ മത്സരമെന്ന് TN പ്രതാപൻ MP പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലീഡേഴ്സ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിൽ തന്നെക്കാൾ മികച്ച സ്ഥാനാർത്ഥിയാണ് K മുരളീധരൻ. BJP തൃശൂരിൽ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും. ഭരണവിരുദ്ധ വികാരവും കരുവന്നൂർ വിഷയവും ഈ തെരഞ്ഞെടുപ്പിൽ ആളിക്കത്തുമെന്നും TN പ്രതാപൻ അഭിപ്രായപ്പെട്ടു. അവർക്ക് പരമാവധി കോൺഗ്രസ് വിരോധം കേരളത്തിൽ കത്തിക്കണം. അത് BJPയെ ഭയങ്കരമായി സംതൃപ്തിപ്പെടുത്തും. കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടുകാണാം. രാഹുൽ ഗാന്ധിനെയാണ് എതിർക്കുന്നത്. നരേന്ദ്രമോദി എന്നൊരു വാക്ക് ബഹുമാനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസംഗങ്ങളിൽ പറയുന്നില്ല. രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിക്കുകയാണ് നരേന്ദ്രമോദി. അത് ഓരോ സ്ഥലത്തും രാഹുൽ ഗാന്ധി കന്യാകുമാരി കാശ്മീർ വരെയും മണിപ്പൂർ മുതൽ മഹാരാഷ്ട്ര വരെയും രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ ഭാരത് ന്യായ ജോഡോ യാത്രകളിൽ ഒരു സ്ഥലത്ത് പോലും കമ്മ്യൂണിസ്റ്റ് സ്ഥാനത്തെയോ ആരെങ്കിലും രാഹുൽ ഗാന്ധി വിമർശിച്ചിട്ടില്ല. BJPയിലേക്ക് ഒരു കോൺഗ്രസ് പ്രവർത്തകനും പോകരുത്. മൃദു സമീപനമാണ് BJPയോട് CPMനുള്ളതെന്നും EP ജയരാജൻ BJPയുടെ വക്താവാണെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു. തൃശൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് O രാധിക, സെക്രട്ടറി പോൾ മാത്യു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇലക്ട്രൽ ബോണ്ട് രാജ്യം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അഴിമതിയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു. തൃശൂർ കോസ്റ്റ് ഫോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദത്തുമാഷ് അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രശ്നങ്ങളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ പ്രഭാഷണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ഭരണഘടനയെ അട്ടിമറിച്ച് രാജ്യത്തെ മതരാഷ്ട്രമാക്കുവാനുള്ള ശ്രമത്തിലാണ് മോദി സർക്കാർ. എൻഫോഴ്സ്മെന്റ് ഏജൻസികളെ ഉപയോഗിച്ച് റെയ്ഡ് നടത്തിയും ഭീഷണിപ്പെടുത്തിയുമാണ് പാർട്ടി പണം സമാഹരിക്കുന്നതെന്നും ബൃന്ദ കാരാട്ട് കുറ്റപ്പെടുത്തി. മോദി സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ പോരാടുവാനാണ് ഇന്ത്യ സഖ്യം രൂപം കൊണ്ടത്. എന്നാൽ ഈ സഖ്യത്തിലെ പ്രധാന കക്ഷി തന്നെ അതിന്റെ ആശയം ഉൾക്കൊള്ളാനാകാത്ത സാഹചര്യമാണുള്ളതെന്നും അവർ പറഞ്ഞു. സാഹിത്യ അക്കാദമിയിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ഗുരുവായൂർ ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിച്ചു. കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MP നാരായണൻ, കോസ്റ്റ് ഫോർഡ് ഡയറക്ടർ ഡോക്ടർ MN സുധാകരൻ, PB സാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സുരേഷ് ഗോപിയെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ച് കലാമണ്ഡലം ഗോപി. ഫേസ്ബുക്കിലൂടെയാണ് സുരേഷ് ഗോപിയെ കലാമണ്ഡലം ഗോപി ക്ഷണിച്ചത്. സുരേഷ് ഗോപിയുമായി ഒരു പ്രശ്നവുമില്ല. താനും സുരേഷ് ഗോപിയും തമ്മിൽ വളരെ കാലത്തെ സ്നേഹബന്ധവുമുണ്ട്. സുരേഷ് ഗോപിക്ക് തന്റെ വീട്ടിലേക്ക് വരാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല. എപ്പോഴും സ്വാഗതം. തന്നെ സ്നേഹിക്കുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും കാണാൻ വരാമെന്ന് കലാമണ്ഡലം ഗോപി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. പുതുക്കാട് പഴായിയിൽ KSEBയുടെ വാഴവെട്ട്. പഴായിലെ കർഷകൻ കോപ്പാട്ടിയിൽ മനോജിന്റെ വാഴകളാണ് പറപ്പൂക്കര KSEB അധികൃതർ വെട്ടിനശിപ്പിച്ചത്. മനോജിന്റെ കൃഷിയിടത്തിലൂടെ വലിച്ചിരുന്ന ലൈൻ കമ്പിക്ക് താഴെ നിന്നിരുന്ന 8 വാഴകളാണ് അധികൃതർ വെട്ടിമാറ്റിയത്. 1 വർഷം പ്രായമായ നീന്ത്രവാഴകൾ മെയ് മാസത്തിൽ വിളവെടുക്കാനുള്ളതായിരുന്നു. വാഴയുടെ മുകൾ വശത്തുള്ള ഇലകൾ വെട്ടിമാറ്റിയത് മൂലം കായകൾ മൂപ്പത്താതെ നശിക്കുമെന്ന് കർഷകൻ പറയുന്നു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് KSEB അധികൃതർ വാഴകൾ വെട്ടിയത്. പാടത്തെത്തിയപ്പോഴാണ് മനോജ് വിവരമറിഞ്ഞത്. 10 വർഷത്തിലേറെയായി ഈ പാടത്ത് വാഴകൃഷി നടത്തുന്നുണ്ടെങ്കിലും ഇത്തരം അനുഭവം ആദ്യമാണെന്ന് മനോജ് പറഞ്ഞു. വൈദ്യുതി ലൈനിന് കീഴിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വാഴ വെട്ടിയതെന്ന് KSEB അധികൃതർ പറഞ്ഞു. 4 ഏക്കറിൽ 500 വാഴകളാണ് ഇത്തവണ കൃഷി ചെയ്തിരുന്നത്. സംഭവം അറിഞ്ഞ കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് മനോജിനെ ഫോണിൽ ബന്ധപ്പെട്ട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. അതേസമയം വാഴകൾ വെട്ടിമാറ്റിയ ശേഷം ഇനി പരാതിയുമായി പോകുന്നില്ലെന്ന നിലപാടിലാണ് മനോജ്. ഇതിപ്പോൾ മിനിഞ്ഞാന്ന് ഉച്ചയ്ക്കാണ് അവർ ഇവിടെ വന്നിട്ട് ഇത് വെട്ടിയിരിക്കണത്. ഞാനിത് കാണുന്നത് മിനിഞ്ഞാന്ന് വൈകിട്ട് ഞാൻ ഇവിടെ നടന്നു പോകുമ്പോൾ പച്ചപ്പട്ടകൾ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ ശ്രദ്ധിച്ചതാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി. ഇപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ വാഴകളുടെ ഇല കണ്ടമാനം വെട്ടി കണ്ടു. അപ്പോൾ നമ്മൾ ഇതിനെ വിളിച്ച് ചോദിച്ചു എന്താ സംഭവം ഉണ്ടായി. അപ്പോൾ അവർ ലൈൻ ക്ലിയറിങ്ങിൻ്റെ ഭാഗമായിട്ട് അവിടെ വന്നിട്ടുണ്ട്.
അവരെന്നെ ചെയ്തതെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ മാഡം അത്ര കാര്യമായിട്ട് വെട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അപ്പം അത് നമുക്ക് പിന്നെ അവർക്കും ഒന്നും ചെയ്യാനില്ലല്ലോ, നമുക്കും പിന്നെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യില്ല, വെട്ടിപ്പോയില്ലേ. കൊലച്ചത് കൊണ്ടാണ് ബുദ്ധിമുട്ട്. കൊലച്ചില്ലെങ്കിൽ ഇനിയും പട്ട വന്നത് ശരിയായി പോകുമായിരുന്നു. കൊലച്ച് കഴിഞ്ഞാൽ പിന്നെ പട്ട വരില്ലല്ലോ. അപ്പോൾ പട്ട പോയി കഴിഞ്ഞാൽ പിന്നെ പോയി. പുത്തൂർ ഇളംതുരുത്തിയിൽ കോഴിക്കടയുടെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയ കട ഉടമയെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡും ഉല്ലൂർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. അസം സ്വദേശി മുഹമ്മദ് ദുലാൽ ഹുസൈനാണ് അറസ്റ്റിലായത്. ഇളംതുരുത്തിയിൽ അസമയത്തും കോഴിക്കടയിൽ തിരക്ക് കൂടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ലഹരി വ്യാപാരം പിടികൂടിയത്. ഇയാളിൽ നിന്ന് ബ്രൌൺ ഷുഗർ പോലീസ് പിടിച്ചെടുത്തു. SI-മാരായ M. സുഭാഷ്, ജയൻ, ASI K. പ്രദീപ്, ലഹരിവിരുദ്ധ സ്ക്വാഡ് SI NG സുബ്രതകുമാർ, ASI ജീവൻ, TV വിപിൻ ദാസ് എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. പെരുവനംപൂരത്തിന് മേളം പെയ്തിറങ്ങി. കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതിയുടെ ആദ്യപൂരം എഴുന്നള്ളിപ്പ് പടിഞ്ഞാറേ നടവഴിയിൽ നടന്നു. 5 ഗജവീരന്മാരുടെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പിൽ പെരുവനം ശങ്കരനാരായണന്മാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരിമേളം അകമ്പടിയായി. ആറാട്ടുപുഴ ശാസ്താവിന്റെ കിഴക്കൂട്ടിറക്കത്തിന് 7 ഗജവീരന്മാർ അകമ്പടിയായി. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 250ഓളം കലാകാരന്മാർ അണിനിരന്ന പാണ്ടിമേളം പൂരമാസ്വാദകർ നെഞ്ചേറ്റി. ചാത്തക്കുടം ശാസ്താവിന്റെയും തൊട്ടിപ്പാൽ ഭഗവതിയുടെയും പടിഞ്ഞാറോട്ട് കയറ്റത്തോടെയുള്ള എഴുന്നള്ളിപ്പിന് 7 ഗജവീരന്മാർ അകമ്പടിയായി. പെരുവനം സതീശന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം നടന്നു. ബുധനാഴ്ച രാത്രി 10:30 ആറാട്ടുപുഴ കല്ലോലി മേടംകുളം ശാസ്താമാരുടെ പടിഞ്ഞാറോട്ട് കയറ്റവും ഉരകത്തമ്മ തിരുവടി ചാത്തക്കുടം ശാസ്താവിന്റെയും പടിഞ്ഞാറോട്ട് കയറ്റം പെരുവനം തൊടുകുളം പരിസരത്തു നിന്ന് ആരംഭിച്ചു. ഈ സമയം ഉരകത്തമ്മ തിരുവടി നടവഴിയിലെത്തുകയും ചേർപ്പ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് ആരംഭിക്കുകയും ചെയ്തു. രാത്രി 12 മണിക്ക് പെരുവനം ക്ഷേത്രമതിൽക്കകത്ത് 11 ദേവീദേവന്മാർ പങ്കെടുക്കുന്ന വിളക്കെഴുന്നള്ളിപ്പ് നടന്നു. മേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരാർ നേതൃത്വം നൽകി. പുലർച്ചെ 4-ന് ചേർപ്പ് ഐക്കുന്ന് ഭഗവതിമാരുടെ എഴുന്നള്ളിപ്പ് കിഴക്കേ നടവഴിയിൽ നടന്നു. മേളത്തിനും പട്ടിണിശംഖിനും ശേഷം 2 ഭഗവതിമാർ കൊടുകുളത്തിൽ ആറാട്ട് നടത്തി. തുടർന്ന് ആറാട്ടുപുഴ ശാസ്താവും ഐക്കുന്ന് ഭഗവതിയുമായി ചേർപ്പ് ഭഗവതിയുമൊത്ത് ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ പെരുവനംപൂരത്തിന് സമാപ്തിയായി. തട്ടകത്ത് കൃഷിയിറക്കാൻ ഭക്തർക്ക് അനുമതി നൽകിയുള്ള തൃപ്രയാർ തേവരുടെ പൈനൂർ പാടത്തെ ചാലുകുത്തൽ ഭക്തിസാന്ദ്രം. ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായിട്ടാണ് പൈനൂർ പാടത്തെ ചാലുകുത്തൽ നടന്നത്. കൊമ്പൻ രവിപുരം ഗോവിന്ദൻ തിടമ്പേറ്റി. മേളത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിയ തേവരെ വഴിനീളെ പറ നൽകിയാണ് ഭക്തർ വരവേറ്റത്. വലപ്പാട് വെന്നിക്കൽ ക്ഷേത്രത്തിൽ പറയെടുപ്പ് നടത്തിയ തേവർക്ക് തുടർന്ന് കോതകുളത്തിൽ ആറാട്ട് നൽകി. പൈനൂർ പാടത്തെ ചാലുകുത്തൽ ചടങ്ങിനായി എഴുന്നള്ളിയ തേവരെ 100 കണക്കിന് ഭക്തർ അനുഗമിച്ചു. പൈനൂർ പാടത്തെ 1 സെന്റ് ഭൂമിയിലായിരുന്നു ചാലുകുത്തൽ ചടങ്ങ്. അവകാശികളായ കണ്ണാത്ത് തറവാട്ടിലെ പ്രതിനിധി തേവർക്ക് ആദ്യ പറ സമർപ്പിച്ചു. തുടർന്ന് ശംഖുനാഥമുയർന്നതോടെ തേവരുടെ തിടമ്പേറ്റിയ രവിപുരം ഗോവിന്ദൻ തന്റെ കൊമ്പുകൊണ്ട് 3 തവണ നിലത്തുനിന്ന് മണ്ണ് കുത്തിയെടുത്തു. ഇത് തിങ്ങി നിറഞ്ഞ ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, മെമ്പർമാരായ MB മുരളീധരൻ, പ്രേംരാജ് ചൂണ്ടലാത്ത്, ഡെപ്യൂട്ടി സെക്രട്ടറി M മനോജ് കുമാർ, തൃശൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ബിജുകുമാർ, ദേവസ്വം മാനേജർ AP സുരേഷ് കുമാർ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ചാലുകുത്തൽ ചടങ്ങിന് ശേഷം ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിയ തൃപ്രയാർ തേവർ രാമൻകുളം ആറാട്ടിനായി പുറപ്പെട്ടു. TCV തൃപ്രയാർ. ആറാട്ടുപുഴ പൂരത്തിനുള്ള കൈപ്പന്തങ്ങൾ ഒരുങ്ങി. ആറാട്ടുപുഴ ശാസ്താവിന്റെ തിരുവാതിര വിളക്കിനാണ് ആദ്യമായി പന്തം കത്തിക്കുന്നത്. തുടർന്ന് പെരുവനം പൂരം, ആറാട്ടുപുഴ തറയ്ക്കൽ പൂരം, ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിലും പന്തം കത്തിക്കും. ഓരോ എഴുന്നള്ളിപ്പ് കഴിയുമ്പോഴും പന്തങ്ങൾ വൃത്തിയാക്കി വീണ്ടും ചുറ്റി തയ്യാറാക്കും. ഊരകം MS ഭരതന്റെ നേതൃത്വത്തിൽ കുട്ടൻ, ശശി, കുട്ടപ്പൻ എന്നിവരാണ് ആറാട്ടുപുഴ പത്തായപ്പുരയിൽ കൈപ്പന്തങ്ങൾ തയ്യാറാക്കുന്നത്. 2 ഒറ്റപ്പന്തങ്ങളും 2 മുപ്പന്തങ്ങളും 18 6 നാഴിപ്പന്തങ്ങളുമാണ് ആദ്യഘട്ടത്തിൽ മുല്ലമുട്ടിന്റെ ആകൃതിയിൽ ചുറ്റി തയ്യാറാക്കിയിട്ടുള്ളത്. ശാസ്താവ് എഴുന്നള്ളുമ്പോൾ തിരുമുമ്പിൽ ഒറ്റപ്പന്തവും അതിനു പിന്നിലായി മുപ്പന്തവും, മുപ്പന്തത്തിന് ഇരുവശങ്ങളിലും 6 നാഴിപ്പന്തങ്ങളുമാണ് പിടിക്കുക. ഓടിൽ തീർത്ത പന്തത്തിന്റെ നാഴികൾ ഓരോ വർഷവും പോളിഷ് ചെയ്യും. മനോഹരമായി പന്തങ്ങൾ ചുറ്റുന്നതിനായി 1 നാഴിക്ക് 1/2 കിലോ തുണി വേണ്ടിവരും. ഇതിനായി തിരുപ്പൂരിൽ നിന്നും കൊണ്ടുവന്ന 200 കിലോ തുണി മന്ദാരക്കടവിൽ വെച്ച് പുഴുങ്ങി അലക്കി ഉണക്കിയിരുന്നു. വെളിച്ചെണ്ണയിലാണ് പന്തം കത്തിക്കുന്നത്. ആദ്യകാലങ്ങളിൽ വൃശ്ചിക മാസത്തിൽ വെളിച്ചെണ്ണ ആട്ടി
വലിയ ഭരണികളിലാക്കി നെല്ലിട്ട് സംഭരിച്ച് വെക്കാറുണ്ടായിരുന്നു. ഇതിൽ നിന്നും തെളിഞ്ഞു കിട്ടുന്ന വെളിച്ചെണ്ണയാണ് പന്തം കത്തിക്കാൻ ഉപയോഗിക്കാറ്. 6 നാഴിപ്പന്തം 3 മണിക്കൂർ കത്തണമെങ്കിൽ 15 കിലോ വെളിച്ചെണ്ണ വേണ്ടിവരും. എഴുന്നള്ളിപ്പ് സമയത്ത് 20 മിനിറ്റ് കൂടുമ്പോൾ പന്തം വെളിച്ചെണ്ണയിൽ നനച്ചുകൊണ്ടിരിക്കും. കോലവും തിടമ്പും ആനച്ചമയങ്ങളും മറ്റും കൂടുതൽ ശോഭയോടെയും തിളക്കത്തോടെയും ദർശിക്കുന്നതിനു വേണ്ടിയാണ് പന്തങ്ങൾ വെളിച്ചെണ്ണയിൽ കത്തിക്കുന്നത്. TCV ചേർപ്പ്. ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായുള്ള തൃപ്രയാർ തേവരുടെ കിഴക്കേക്കരയിലെ ഗ്രാമപ്രദക്ഷിണത്തിന് പുഴ കടക്കുവാനുള്ള സ്വന്തം പള്ളിയോടം നീരണിഞ്ഞു. ദേവസ്വം മാനേജർ AP സുരേഷ് കുമാർ, ദേവസ്വം ജീവനക്കാർ എന്നിവർ പള്ളിയോടം നീറ്റിലിറക്കിയ ചടങ്ങിൽ സംബന്ധിച്ചു. വർഷത്തിൽ 3 ദിവസങ്ങളിലായാണ് തൃപ്രയാർ തേവർ പള്ളിയോടത്തിൽ പുഴ കടക്കുന്നത്. കിഴക്കേ നടക്കൽ പൂരം, പടിഞ്ഞാറേ മനക്കൽ പൂരം, ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിലാണ് തേവർ സ്വന്തം പള്ളിയോടത്തിൽ പുഴ കടക്കുക. ഇരുവശങ്ങളിലും ശംഖുചക്ര രൂപങ്ങളും ആഞ്ജനേയസ്വാമിയുടെ രൂപവും കൊത്തിവെച്ചിട്ടുള്ളതാണ് പള്ളിയോടം. വ്യാഴാഴ്ച വൈകിട്ട് നിയമവേദിക്ക് ശേഷം കിഴക്കേ നടപ്പൂരത്തിനും ഊരായ്മക്കാർ ഇല്ലങ്ങളിലെ പൂരത്തിനുമായി തേവർ പള്ളിയോടത്തിൽ പുഴ കടക്കും. കുന്നുകുളം ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പൂരത്തിനിടെ യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നുകുളം വൈശ്ശേരി സ്വദേശികളായ പുളിക്കപ്പറമ്പിൽ ജിനീഷ് രാജ്, പുലിക്കോട്ടിൽ നിബു, പടിഞ്ഞാറങ്ങാടി പനക്കൽ വീട്ടിൽ ജെറിൻ എന്നിവരെയാണ് കുന്നുകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ ചിറളയം സ്വദേശികളായ ഷൈൻസി ജോസ്, ലിയോ P വർഗീസ്, വിപിൻ എന്നിവർക്കും പ്രതികൾക്കും പരിക്കേറ്റിരുന്നു. സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് പ്രതികൾ ആക്രമണം നടത്തിയത്. ചിറളയം പള്ളിപ്പെരുന്നാളിനിടെയുണ്ടായ തർക്കത്തിന്റെ മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിനിടയാക്കിയതെന്ന് പോലീസ് പറഞ്ഞു. സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറി N രാധാകൃഷ്ണൻ നായർ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. പാലക്കാട് ചിറ്റൂർ സ്വദേശിയാണ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. കേരള കലാമണ്ഡലം സെക്രട്ടറി, പുരോഗമന കലാ സാഹിത്യ സംഘം സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആത്മബലിയുടെ ആവിഷ്കാരം എന്ന നിരൂപണ ഗ്രന്ഥത്തിന് MP പോൾ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 61ാമത് തൃശൂർ പൂരം പ്രദർശനത്തിന് ഈ മാസം 24-ാം തീയതി തുടക്കമാകും. വൈകിട്ട് 5 മണിക്ക് ദേവസ്വം വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ പൂരം എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പൂരം പ്രദർശനാരംഭത്തിന് മുന്നോടിയായി പാറമേക്കാവ് പുഷ്പാഞ്ജലി ഹാളിൽ പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാലന്റെ അധ്യക്ഷതയിൽ എക്സിബിഷൻ കമ്മിറ്റി യോഗം ചേർന്നു. മേയർ MK വർഗീസ്, ACP K സുദർശൻ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ സുന്ദർ മേനോൻ, സെക്രട്ടറി K ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. എക്സിബിഷൻ കമ്മിറ്റി ഭാരവാഹികൾ, അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. അതിരപ്പള്ളി റോഡിൽ തുമ്പൂർമുഴിയിൽ മുച്ചക്ര സ്കൂട്ടർ മറിഞ്ഞ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കാടുകുറ്റി കാതിക്കുടം തെക്കൂട്ട് ഭാസ്കരന്റെ മകൻ 46 വയസ്സുള്ള രാജീവാണ് മരിച്ചത്. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മാർച്ച് 13-ാം തീയതിയായിരുന്നു അപകടം. ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടണമെങ്കിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരണമെന്ന് KPCC സെക്രട്ടറി PT അജയ് മോഹൻ പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണി ഗുരുവായൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൺവെൻഷനിൽ മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്, ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, CA ഗോപപ്രതാപൻ, KP ഉദയൻ, RV ജലീൽ, R രവികുമാർ, ബാലൻ വാറനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നവർക്ക് അംഗത്വം നൽകി. നാടൻപാട്ടും കുതിരവേലയുമായി അന്തിക്കാട് ശ്രീരാമൻചിറ പാടശേഖരത്തിലെ തണ്ണീർമത്തൻ വിളവെടുപ്പ്. കാൽപതിറ്റാണ്ടോളം തരിശു കിടന്ന അന്തിക്കാട് ശ്രീരാമൻചിറ പാടശേഖരത്തിൽ ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു തണ്ണീർമത്തൻ വിളവെടുപ്പ്. VK മോഹനൻ കാർഷിക സംസ്കൃതിയുടെ നേതൃത്വത്തിൽ 2ാം തവണയാണ് ഇവിടെ തണ്ണീർമത്തൻ വിജയകരമായി കൃഷി ചെയ്യുന്നത്. VS സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഇത്തവണയും തണ്ണീർമത്തൻ കൃഷിയിൽ 100 മേനി വിജയം. ഒരു 18 ഏക്കറോളം പ്രദേശത്ത് തണ്ണിമത്തൻ, 2 ഏക്കറോളം സ്ഥലത്ത് ഈ കണിവെള്ളരി, പച്ചക്കറി ഉൾപ്പെടെയുള്ളതും സലാഡ്, കുക്കുംബറൊക്കെ നട്ടിട്ടുണ്ട്. പത്മശ്രീ ജേതാവായ കർഷകൻ ചെറുവയിൽ രാമനാണ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തത്. സംവിധായകൻ സത്യനന്ദിക്കാട്, മന്ത്രിമാരായ P രാജീവ്, K രാജൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരമാണ്. അപ്പോൾ തരിശ് കിടന്നിരുന്ന പാടത്ത് ഇതുപോലെ അത് വെറുതെ കിടക്കാതെ
അത് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ നല്ല രീതിയിൽ കൃഷി ചെയ്ത് വിജയിപ്പിച്ച ആളുകളാണ് ഞാനും സുനിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സന്തോഷമുള്ള നിമിഷമാണ്. തണ്ണീർമത്തൻ കൃഷിയിലെ വിജയഗാഥ പഠിക്കാനും ജൈവ കൃഷിയിൽ വിളവെടുത്ത തണ്ണീർമത്തൻ വാങ്ങാനും നിരവധി പേരാണ് ശ്രീരാമൻചിറയിലെത്തുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, KP രാജേന്ദ്രൻ, KK വത്സരാജ്, KP സന്ദീപ്, ഷീല വിജയകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. TCV അന്തിക്കാട്. കരൾ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നന്മയുടെ ബസ് സർവീസ് നടത്തി പണം സ്വരൂപിച്ച് തൃക്കൂർ പൊന്നൂക്കര കല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ. ഈ റൂട്ടിലോടുന്ന 11 ബസ്സുകളാണ് തൃക്കൂർ സ്വദേശി അഭിഷേകിന്റെ ചികിത്സയ്ക്കായി ഒരു ദിവസത്തെ കളക്ഷൻ മാറ്റിവെച്ചത്. എല്ലാ ബസ്സുകൾക്ക് മുൻപിലും അഭിഷേക് ചികിത്സാ സഹായ നിധി എന്ന ബാനർ സ്ഥാപിച്ചായിരുന്നു യാത്ര. ബസ് ജീവനക്കാരുടെ നല്ല മനസ്സിന് ബസ് ഉടമകൾ പൂർണ്ണ പിന്തുണ നൽകിയതോടെ കാരുണ്യത്തിന്റെ മാതൃകാ സർവീസായി ഇത് മാറി. യാത്രക്കാരും അവർക്കാകുന്ന വിധത്തിൽ സഹായം കൈമാറി. ഫർണിച്ചർ തൊഴിലാളിയായ അഭിഷേകിന്റെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് 50 ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. നിർധന കുടുംബാംഗമായ അഭിഷേകിന് ഈ തുക കയ്യെത്താ ദൂരത്താണ്. കണ്ടുപരിചയം മാത്രമുള്ള അഭിഷേകിന്റെ അവസ്ഥ മനസ്സിലാക്കിയ ബസ് ജീവനക്കാർ തങ്ങളുടെ ഒരു ദിവസത്തെ വേതനം കൂട്ടുകാരനായി മാറ്റിവെക്കുകയായിരുന്നു. തൃക്കൂരിൽ നടന്ന ബസ് സർവീസിന്റെ ഫ്ളാഗ് ഓഫ് എൻഫോഴ്സ്മെന്റ് ജോയിന്റ് RTO ജിയോ വാഴപ്പള്ളി നിർവഹിച്ചു. മോട്ടോർ വെഹിക്കിൾ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ VB സജീവ്, പഞ്ചായത്ത് അംഗം കപിൽ രാജ്, ബസ് ഓണേഴ്സ് യൂണിയൻ പ്രതിനിധികളായ ബിജു പടിക്കലാൻ, സൂരജ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പഴഞ്ഞി MD കോളേജിൽ KSU പ്രവർത്തകർക്ക് SFI പ്രവർത്തകരുടെ മർദ്ദനത്തിൽ 3 KSU പ്രവർത്തകർക്ക് പരിക്കേറ്റു. KSU ജില്ലാ സെക്രട്ടറി റാഫി, യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് ജാസിർ, യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് ഫാസിം എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ക്യാന്റീനിൽ ഇരിക്കുകയായിരുന്ന മൂവരെയും SFI പ്രവർത്തകർ കോണി റൂമിലേക്ക് വലിച്ചുകൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് KSU ആരോപിച്ചു. ഒരാഴ്ചയായി നിരന്തരം SFI പ്രവർത്തകർ തങ്ങളെ പിന്തുടർന്ന് ആക്രമിക്കുകയാണെന്ന് മർദ്ദനമേറ്റ KSU ഭാരവാഹികൾ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് KSU പ്രവർത്തകർ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. കുവൈറ്റിൽ ഷോക്കേറ്റ് കരുവന്നൂർ സ്വദേശിയായ യുവാവ് മരിച്ചു. കരുവന്നൂർ പനംകുളം സ്വദേശി മണക്കുന്നത്ത് മനോജിന്റെ മകൻ അക്ഷയാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. കുവൈറ്റിൽ റിഗിലാണ് അക്ഷയ് ജോലി ചെയ്തിരുന്നത്. ജോലിസ്ഥലത്ത് വെച്ചായിരുന്നു അപകടം. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. ഗതാഗത വകുപ്പ് നടപ്പിലാക്കുവാൻ പോകുന്ന അപ്രായോഗിക ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് PJ ആന്റോ ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി MV സുരേഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് MN പ്രവീൺ, PC തോമസ്, സേവിയർ, അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി മുരിങ്ങൂർ റോഡിൽ കലുങ്കിനടിയിൽ കാണപ്പെട്ട അസ്ഥികൂടം തിരിച്ചറിയുന്നതിന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പരിശോധന ആരംഭിച്ചു. 40 വയസ്സിന് മുകളിലുള്ള പുരുഷന്റേതാണ് അസ്ഥികൂടമെന്ന് പരിശോധനയിൽ വ്യക്തമായി. അസ്ഥികളിൽ മുറിവുകളൊന്നും ഇല്ലെന്നാണ് പ്രാഥമിക നിഗമനം. കീഴുവരിയിലെ 2 പല്ലുകൾ നഷ്ടപ്പെട്ട ആളാണ് മരിച്ചത്. കൊരട്ടിയിൽ നിന്നും 2 വർഷം മുൻപ് കാണാതായ ഷിജു ചുനക്കരയുടെ ബന്ധുക്കൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി അസ്ഥികൂടം കണ്ടു. നിലവിലെ വിവരങ്ങളനുസരിച്ച് ഷിജുവിൻ്റേതല്ല അസ്ഥികൂടമെന്ന് വ്യക്തമായിട്ടുണ്ട്. മറ്റിടങ്ങളിൽ നിന്നും 2 വീട്ടുകാരും എത്തിയെങ്കിലും സ്ഥിരീകരിക്കാനായിട്ടില്ല. ഈ മാസം 14-ാം തീയതിയാണ് മുരിങ്ങൂർ മേലൂർ റോഡിലെ പാലത്തുഴി പാലത്തിന് സമീപത്തെ കലിങ്ങിന്റെ അടിയിൽ നിന്ന് അസ്ഥികൂടം കണ്ടെത്തിയത്. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ചെമ്പോല മേയുന്നതിനായി ചുറ്റമ്പലം പൊളിച്ചു തുടങ്ങി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ക്ഷേത്രത്തിൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 4:45 മുതൽ 11 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ രാത്രി 8:30 വരെയും മാത്രമാണ് ഭക്തർക്ക് ദർശനം അനുവദിക്കുക. ഭഗവതി ക്ഷേത്രത്തിൽ പൂമൂടൽ, മുട്ടിറക്കൽ വഴിപാടുകൾ സാധാരണ പോലെ നടക്കും. കൃഷ്ണശിലയിൽ ഭിത്തി നിർമ്മിച്ച ശേഷമാണ് ചെമ്പോല മേയുന്നത്. ഏകദേശം 10 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. വാണിജ്യം. നട്ട് ബോൾട്ടുകളുടെ വിപണി കീഴടക്കാൻ ഉല്ലൂരിൽ നിന്നൊരു വനിതാ സംരംഭം കൂടി. ഉല്ലൂരിലെ ആദ്യ വനിതാ നട്ട് ബോൾട്ട് വ്യാപാര സ്ഥാപനമായ വനിതാ ബോൾട്ടോറിയം പ്രവർത്തനം ആരംഭിച്ചു. നട്ട് ബോൾട്ട് സ്ക്രൂ വിഭാഗങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം വൈവിധ്യം നിറഞ്ഞതും ഉയർന്ന ഗുണനിലവാരമുള്ളതുമായ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളാണ് വനിതാ ബോൾട്ടോറിയം ഉപഭോക്താക്കളിലെത്തിക്കുന്നത്. വ്യാവസായിക, നിർമ്മാണ, കാർഷിക, ഓട്ടോമൊബൈൽ മേഖലകളിലേക്കുള്ള എല്ലാവിധ നട്ട് ബോൾട്ട് സ്ക്രൂകളും ബോൾട്ടോറിയത്തിൽ ലഭ്യമാണ്. ഒല്ലൂരിന്റെ ചരിത്രത്തിലെ പ്രഥമ വനിതാ നട്ട് ബോൾട്ട് വിപണന സംരംഭത്തിന്റെ സ്ഥാപക
സംഗീത ശിവശങ്കരനാണ്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് സമീപത്തെ മേലേടത്ത് സ്റ്റീഫൻ കോംപ്ലക്സിൽ ആരംഭിച്ച വനിതാ ബോൾട്ടോറിയം മുൻ MLA-യും സംസ്ഥാന ഹൗസിംഗ് ബോർഡ് അംഗവുമായ ഗീതാ ഗോപി, തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോലിൻ ജെറീഷ്, തൃക്കൂർ പഞ്ചായത്ത് അംഗങ്ങളായ മായ രാമചന്ദ്രൻ, ഷീബ നികേഷ്, ന്യൂമാറ്റിക് ഗ്രൂപ്പ് കോർപ്പറേറ്റ് മാനേജർ ജൂലി സോണി, സംരംഭക സംഗീത ശിവശങ്കരൻ എന്നീ 7 വനിതകൾ ചേർന്നാണ് തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്തത്. ഫർണിച്ചർ നിർമ്മാതാവ് മോഹനൻ പെരിഞ്ചേരി ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. തൃശൂർ ബോൾട്ടോറിയം ഉടമ ശിവശങ്കരൻ, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ സന്നിഹിതരായി. TVS, അൺബ്രാക്കോ, STL, APL, പട്ട, ഒമ്നി എന്നീ ലീഡിംഗ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ ബൃഹത് ശേഖരവും സ്ഥാപനത്തിൽ സജ്ജമാണ്. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പിൽ കേരളം UDF തൂത്തുവാരുമെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ. കൂറുമാറ്റ നിരോധന നിയമം ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്നതിന് ബാധകമാക്കണമെന്ന് സുധീരൻ. LDF-ഉം UDF-ഉം തമ്മിലാണ് കേരളത്തിൽ മത്സരമെന്ന് TN പ്രതാപൻ MP. ഇലക്ട്രൽ ബോണ്ട് രാജ്യം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അഴിമതിയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. ഭരണഘടനയെ അട്ടിമറിച്ച് രാജ്യത്തെ മതരാഷ്ട്രമാക്കുവാനുള്ള ശ്രമത്തിലാണ് മോദി സർക്കാരെന്നും ബൃന്ദ കാരാട്ട്. സുരേഷ് ഗോപിയെ വീട്ടിലേക്ക് ക്ഷണിച്ച് കലാമണ്ഡലം ഗോപി. സുരേഷ് ഗോപിക്ക് എന്റെ വീട്ടിലേക്ക് വരാൻ ആരുടെയും അനുവാദം ആവശ്യമില്ലെന്നും കലാമണ്ഡലം ഗോപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പുതുക്കാട് പാഴായിയിൽ KSEB-യുടെ വാഴവെട്ട്. പാഴായി സ്വദേശി മനോജിന്റെ കൃഷിയിടത്തിലെ വാഴകളാണ് KSEB വെട്ടി നശിപ്പിച്ചത്. പ്രശ്നത്തിൽ ഇടപെട്ട് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ്. പുത്തൂർ ഇളംതുരുത്തിയിൽ കോഴിക്കടയുടെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയ കടയുടമ അറസ്റ്റിൽ. അസം സ്വദേശി മുഹമ്മദ് ദുലാൽ ഹുസൈനാണ് അറസ്റ്റിലായത്. പ്രതിയിൽ നിന്ന് ബ്രൗൺ ഷുഗർ പോലീസ് പിടിച്ചെടുത്തു. പെരുവനംപൂരത്തിന് മേളപ്പെരുക്കം പെയ്തിറങ്ങി. പാണ്ടി പഞ്ചാരി മേളങ്ങളും പഞ്ചവാദ്യവും മേളപ്പെരുക്കം തീർത്തു. തൃപ്രയാർത്തവരുടെ പൈനൂർ പാടത്തെ ചാലുകുത്തൽ ഭക്തിസാന്ദ്രം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.